Hello dear friends, welcome to RJS Physics classes. ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി, ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ചുള്ള സ്റ്റഡി, അതായിരുന്നു റേ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സിലെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അതിൽ തിൻ ലെൻസ് ഫോർമുല, റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ്, ഈ ഏരിയ വരെയാണ് നമ്മൾ പറഞ്ഞെത്തിയത്. ഓക്കെ, ഇനി ഇന്ന് പറയാൻ പോണ ടോപ്പിക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് ഇന്ന് പറയാൻ പോണ ടോപ്പിക്. ലെൻസ് ഉണ്ടാക്കുന്ന ആളുകൾ ഉപയോഗിക്കണ ഫോർമുല, അതിനെ നമ്മൾ വിളിക്കണ പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എ വെരി സിമ്പിൾ ഐഡിയ. ഓക്കെ, ഒപ്റ്റിക്സിലെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കുകളിൽ ഒന്നാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. സോ ഒപ്റ്റിക്സിലേക്ക് ഡൈവ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമ്മളുടെ സ്കാനിയ ബസ് ഒപ്റ്റിക്സ് എന്ന സുന്ദരമായ ലോകത്തിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോണ ഗാർഡൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുലൻ്റെ ആണ്. ഓക്കെ, സോ ഐ തിങ്ക് യു ആർ എക്വിപ്ഡ് വിത്ത് ബുക്ക് ആൻഡ് പെൻ. ഓക്കെ, നമ്മളുടെ ആയുധങ്ങൾ റെഡിയാണ്. ആൻഡ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ അവർ ബ്രെയിൻ, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് പതിയെ പ്രവേശിക്കാം. ഓക്കെ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഒരു വലിയ സർഫസ്, എ ഹ്യൂജ് റിഫ്രാക്റ്റിംഗ് സർഫസ് അവിടെ വരച്ചാൽ ചിലപ്പോൾ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് നമുക്കിതിനെ ബാക്കിലേക്ക് വരയ്ക്കാം. ഓക്കെ, കാരണം അത്രയും ദൂരം പോയാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല എന്ന് വരാം. സോ കുറച്ച് ദൂരം പിന്നിലേക്ക് വരയ്ക്കാം. എ ഹ്യൂജ് റിഫ്രാക്റ്റിംഗ് സർഫസ്, ഇതിങ്ങനെ പോവാണ്, നമ്മളെ ഹെഡിങ്ങിലൂടെ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഹ്യൂജ് റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് സംശയമില്ലല്ലോ. ഇതൊരു വലിയ സർഫസ് ആണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ സ്ഫിയർ ഇവിടെ ഉണ്ട് നമ്മൾ വെറുതെ അസ്യൂം ചെയ്യാം. ഇങ്ങനെ പോയിക്കോട്ടെ. ഇവിടുന്ന് ഒരു റേ പാസ് ചെയ്യാം, ഇങ്ങനെ ചെന്നിടിച്ചു. ഓക്കെ, ഇങ്ങനെ റേ ചെന്നിടിച്ചു. നമുക്കറിയാം ഇതാണല്ലോ ഇവിടെ നോർമൽ എന്ന് പറഞ്ഞിട്ട് വരാം. ഇറ്റ് ഈസ് ഫ്രം റയറർ ടു ഡെൻസർ മീഡിയം. സോ ദ റേ വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. സംശയമൊന്നുമില്ലല്ലോ, ആ റേ നോർമലിന്റെ അടുത്തേക്കാണ് വരിക. ഓക്കെ, സ്വാഭാവികമായിട്ടും നോർമലിന്റെ അടുത്തേക്ക് വന്നു, ഇങ്ങനെ പോയി. ഇവിടെ ഏതോ ഒരു പോയിന്റിൽ ഇമേജ് കിട്ടി. ഇറ്റ് ഈസ് I1 ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് V1. ഓക്കെ, ആ പോയിന്റ് I1 ആണ്, ആ ഡിസ്റ്റൻസ് V1 ആണ്. ഈ സർഫസിന് പേര് കൊടുക്കുകയാണ് ABC. സോ ഇവിടുന്ന് ഇങ്ങനെ റേ പാസ് ചെയ്യണോ, അതിൽ നോർമൽ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഞാനൊന്ന് മാറ്റി വരയ്ക്കാം, നോർമലിന് കുറച്ച് ബഹുമാനം കൊടുക്കാം. The ray will bend towards the normal എന്നാണ്. ഓക്കെ, ഈ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ R1 എന്ന് വിളിക്കാം. The radius of curvature of first surface will be R1. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയപ്പോൾ നോർമലിന്റെ അടുത്തേക്ക് ബെൻഡായി, അതുകൊണ്ട് റേ ഇവിടെ വന്നിട്ട് ലാൻഡ് ചെയ്തു. അവിടെ നമുക്ക് ഇമേജ് കിട്ടണം. ഓക്കെ, ഇനി ഇത് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് നിങ്ങട്ടുള്ള ദൂരം u, ഈ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് R1. ഓക്കെ, സ്വാഭാവികമായിട്ടും അതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതിക്കൂടെ. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഇമേജ് മീഡിയം ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഒബ്ജക്ട് മീഡിയം ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു image medium minus object medium by radius of curvature. That is the equation for ABC. Its radius of curvature is R1. Image medium by image distance minus object medium by object distance equal to image medium
മൈനസ് ഓബ്ജക്ട് മീഡിയം ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ആ പറഞ്ഞത് വരെ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, സോ റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇമേജ് മീഡിയം ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് object medium by object distance is equal to image medium minus object medium by radius of curvature. ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ് ഇവിടെ ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. ഇത് ഒബ്ജക്റ്റ് ഇരിക്കണം മീഡിയം, ഇത് ഇമേജ് ഇരിക്കണം മീഡിയം. സോ ഇമേജ് മീഡിയം n2 ബൈ ഇമേജ് ഡിസ്റ്റൻസ് v1 മൈനസ് ഇവിടെയാണ് ഒബ്ജക്റ്റ്, object medium by object distance is equal to image medium minus object medium by radius of curvature. So this is our equation. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ് ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ ലോജിക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഉറപ്പല്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഞാൻ ആ ഗ്ലെയർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഒന്നുകൂടെ താഴേക്ക് എഴുതാം. ഓക്കെ, സോ ഇമേജ് മീഡിയം ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഒബ്ജക്ട് മീഡിയം ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇമേജ് മീഡിയം മൈനസ് ഒബ്ജക്ട് മീഡിയം ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആ ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി നമ്മൾ ലെൻസ് ഉണ്ടാക്കാൻ പോവാണ്. ലെൻസ് ഉണ്ടാക്കാൻ എന്താ ചെയ്യുക? ഇത് വലിയൊരു സർഫസ് ആയിരുന്നു. ഓക്കെ, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തു, ഇപ്പൊ ലെൻസ് ആയില്ലേ. ബാക്കി ഭാഗത്തെ ഗ്ലാസിനെ കംപ്ലീറ്റ് ആണ്ട് ഒഴിവാക്കുക. ഓക്കെ, ബാക്കി ഭാഗത്തെ ഗ്ലാസിനെ കംപ്ലീറ്റ് ഒഴിവാക്കുക. അപ്പൊ ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വീണ്ടും n1 ആയിട്ട് മാറി. ആൻഡ് ദിസ് സർഫസ് ഈസ് ADC. അതാ, അപ്പൊ അടുത്തൊരു പ്രശ്നം ഉണ്ടായി. ഈ റേ അല്ലേ ഇവിടെ ചെന്നിടിക്കണത്? ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോർമൽ വരച്ചാൽ ആ നോർമൽ എങ്ങനെയായിരിക്കും വരിക? ഇവിടെ നോർമൽ വരയ്ക്കാന്ന് പറഞ്ഞാൽ ആ നോർമൽ ഇങ്ങനല്ലേ വരിക? ഈ സർഫസിന്റെ നോർമൽ ഇങ്ങനെയാണ്, ഈ സർഫസിന്റെ നോർമൽ ഇങ്ങനല്ലേ വരിക? ഇപ്പൊ ലൈറ്റ് എവിടുന്ന് എങ്ങോട്ടാ പോണത്? ഡെൻസർ ടു റെയറർ. ഡെൻസർ ടു റെയർ ആണ് റേ പാസ് ചെയ്യണതെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. അല്ല, ഡെൻസർ ടു റെയർ ആണെങ്കിൽ ദ റേ വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. സ്വാഭാവികമായിട്ടും ഈ നോർമൽ നിന്ന് ദൂരേക്ക് പോകണം. ഇത് സ്ട്രെയിറ്റ് പണ്ട് പോയിരുന്ന വഴിയാണ്, അതിനേക്കാൾ കുറച്ചും കൂടെ നോർമൽ നിന്ന് അകന്ന് പോണം. സോ ദ റേ വിൽ മൂവ് ലൈക്ക് ദിസ്. ഇങ്ങനെ പോവും. ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. ഇതാണ് ഫൈനൽ ഇമേജ്. ആ ഡിസ്റ്റൻസ് ആണ് v. ഓക്കെ, ADC എന്ന് പറഞ്ഞ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2, ABC എന്ന് പറഞ്ഞ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1. എന്തുകൊണ്ട് ഈ റേ അടുത്തേക്ക് വന്നു എന്ന് മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം റിഫ്രാക്ഷൻ സംഭവിച്ചപ്പോ ഇങ്ങനെ പോണ റേ ഒന്ന് ബെൻഡായി. ഒരു സർഫസും കൂടി ഉണ്ടായപ്പോ ആ റേ എന്ത് ചെയ്യാണ്? കുറച്ചും കൂടെ അടുത്തേക്ക് വന്നു. ഓക്കെ, സോ അതിന്റെ കാരണം സിമ്പിൾ. ഇവിടെ നോർമൽ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നോർമൽ ഇങ്ങനെയാണ്. റെയറർ ടു ഡെൻസർ ടുവേർഡ്സ് ദ നോർമൽ. ഓക്കെ, ടുവേർഡ്സ് ദ നോർമൽ. ശരിക്കും ഇങ്ങനെയാണ് പോവേണ്ട റേ, ആണ്ട് ബെൻഡായിട്ട് ഇങ്ങനെ പോയി. അടുത്തത് ഡെൻസർ ടു റെയർ ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ നോർമൽ നിന്ന് അകന്ന് പോണം, അവേ ഫ്രം ദ നോർമൽ. സോ ഇത് കുറച്ചിങ്ങോട്ട് ബെൻഡ് ചെയ്തു. അങ്ങനെ ഈ പോയിന്റിൽ നമുക്ക് ഇമേജ് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് രണ്ടാമത്തെ സർഫസിന്റെ ഇക്വേഷൻ എഴുതാണ്. ADCന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 ആണ്. ഇമേജ് മീഡിയം ബൈ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ n1 ബൈ v മൈനസ് ഓക്കെ ഒബ്ജക്ട് മീഡിയം ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റിന്റെ വെർച്വൽ ഒബ്ജക്ട് മീഡിയം എന്ന് പറഞ്ഞാൽ n2 ആണ്. അത് വളരെ സിമ്പിൾ ആണ് ആ ലോജിക്ക് പറയാൻ. ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് സർഫസ്, നല്ല കട്ടിയുള്ള ഗ്ലാസ്,
ഒരു പയ്യൻ ഇവിടെ ഇരുന്നിട്ട് ബ്രൈറ്റ് ലൈറ്റിന്റെ ടോർച്ച് അടിക്കുകയാണ് ഇതിന്റെ മുകളിലേക്ക്. ആ ലൈറ്റ് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, ഇവിടുന്ന് വേറൊരു പയ്യൻ കയറി വന്ന് ഇവൻ ഈ ടോർച്ച് അടിച്ച വിവരമൊന്നും ഇവൻ അറിയില്ല. ഇവിടെ ഒരുത്ത ഇരിക്കുന്നുണ്ടോ ടോർച്ച് അടിച്ചു എന്നതൊന്നും അറിയില്ല. കാരണം നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് സ്ലാബാണ് അവിടെ വെച്ചത്. ഈ പയ്യനോട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹിയർ ഹീസ് എ ആൻഡ് ഹീസ് ബി. ബിനോട് നമ്മൾ ചോദിക്കുകയാണ് എവിടുന്നാണ് ആ ലൈറ്റ് വരണത്. എന്തായിരിക്കും ബി തിരിച്ചു പറയണ മറുപടി? ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് വരുന്നു എന്നാണ്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീട്ടിലെ വിൻഡോ ഗ്ലാസ് ഓപ്പൺ ചെയ്തിടുക. ബാക്കിൽ നിന്ന് നിങ്ങളുടെ അനിയനോ അനിയത്തിയോ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ടോർച്ച് അടിക്കാൻ പറയാം. നിങ്ങൾ വിൻഡോന്റെ മുന്നിൽ പോയി നിൽക്കാം. വിൻഡോ ഗ്ലാസ്, അനിയൻ ഇവിടുന്ന് ടോർച്ച് അടിക്കണോ അല്ലെങ്കിൽ അനിയത്തി ഇവിടുന്ന് ടോർച്ച് അടിക്കണോ, നിങ്ങൾ ഇവിടെ ചെന്ന് നിൽക്കണോ? കാരണം നിങ്ങൾക്കാണല്ലോ സംശയം. അനിയനോട് ചോദിച്ച ഉത്തരം ശരിയാവണമെന്നില്ല. എന്നിട്ട് ഇപ്പൊ രാത്രി സമയത്ത് നമ്മളിങ്ങനെ ടോർച്ച് അടിച്ച് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്ലാസ് നിന്ന് ലൈറ്റ് വരുന്ന പോലെയാണ് നമുക്ക് തോന്നുക. കാരണം അത് വേറെ നമുക്കറിയില്ല, നമ്മൾ കാണുന്നത് അത് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു ബസ് രാത്രി സമയത്ത് ഓടുന്നു, സെൻട്രൽ സീറ്റിലിരിക്കുന്ന ഒരാള് ബ്രൈറ്റ് ലൈറ്റിന്റെ ഒരു ടോർച്ച് എന്ത് ചെയ്യാണ് മുന്നിലേക്ക് അടിക്കുകയാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ എന്താ കാണുക? ആ ബസ്സിന്റെ ഗ്ലാസ്സിൽ നിന്നൊരു ലൈറ്റ് വരുന്നതായിട്ടാണ് തോന്നുക. സോ ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വെർച്വൽ ഒബ്ജക്ട് മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എവിടുന്ന് വരുന്നതായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്? ഈ മീഡിയത്തിൽ നിന്ന്. സോ വെർച്വൽ ഒബ്ജക്ട് മീഡിയം ഈസ് N2. അയാൾക്ക് ഫീൽ ചെയ്യുക ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈസ് V1. ഓക്കെ, വെർച്വൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V1 ആണ്. ഓക്കെ, സോ ഈ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് വന്ന പോലെ അതൊരു തോന്നൽ മാത്രമാണ്. അതിന്റെ കാരണം വളരെ സിമ്പിൾ, ലോ ഓഫ് റിഫ്ലക്ഷന്റെ ഐഡിയ പ്രകാരമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈറ്റ് വരുന്നുണ്ടെങ്കിലേ ഒരു നോർമൽ ഇതിന്റെ നടുവ് കൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും കറക്റ്റ് ആവണ്ടേ? അപ്പോ ഇവിടെ ഇപ്പൊ ഒരു നോർമൽ ഉണ്ട് വിചാരിക്കുക അതിന്റെ ഉള്ളിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോ ഈ ആംഗിളിന്റെ അതേ ആംഗിളിൽ വേറൊരാൾ ഉണ്ടെങ്കിൽ അല്ലേ ലൈറ്റ് പോരുള്ളൂ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ടല്ലേ തിരിച്ചു പോരാ. അപ്പൊ ഈ വര കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് വരയ്ക്കാമല്ലോ. ഓക്കെ, ഈ വരന് കിട്ടി, ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതേ ആംഗിളിൽ താഴേക്ക് വരയ്ക്കാം. അതേപോലെ ഇതിന്റെ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യാണ് നമ്മൾ ഇങ്ങനെ ഒരു നോർമൽ വരച്ചു വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പൊസിഷൻ ഇവിടെ വരുന്നതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇമാജിൻ ചെയ്യണത്. ആ വെർച്വൽ ഓബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് നമ്മൾ V1 എന്നുള്ള വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്തത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇമേജ് മീഡിയം N1 by minus image distance N1 minus N2 divided by R2. This is our second equation. ആ സെക്കൻഡ് ഇക്വേഷൻ നമ്മളൊന്ന് മാറ്റാണ്. N1 by V minus N2 by V1 equal to ഇവിടുന്ന് ഒരു മൈനസ് പുറത്തെടുക്കുകയാണ്. N2 minus N1 by R2. This is our equation 3. ഇനി 1ഉം 3ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. 1 plus 3 gives. അതിൻ്റെ ദുരുദ്ദേശം സിമ്പിളാണ്. ഇതേ വാല്യൂ മൈനസ് വന്നിട്ടാണ് ഈ വാല്യൂ. സോ ദേ വിൽ ക്യാൻസൽ. ബാക്കി വരിക ഈ ക്വാണ്ടിറ്റി അല്ലേ? N1 by V മൈനസ് N1 by U ഈക്വൽ ടു 1 3 നിന്നും N2 മൈനസ് N1 നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. എല്ലാ ഇക്വേഷനെയും N1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 by V മൈനസ് 1 by U ഈക്വൽ ടു N2 by N1 minus 1 into 1 by R1 minus 1 by R2. 1 by V minus 1 by U എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 1 by F ആണ്. So 1 by F is equal to N2 by N1 minus 1 into 1 by R1 minus 1 by R2. This is Lensmaker's formula. Okay, 1 by F is equal to 1 by F is equal to N2 by N1 minus 1 into
1/R1 മൈനസ് 1/R2. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണേ? ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് വിളിക്കണേ. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ ഒരു സർഫസ് നമ്മൾ ഇമാജിൻ ചെയ്തു. ആ സർഫസിന്റെ പ്രത്യേകത എന്താണ്? ABC റേഡിയസ് ഓഫ് കർവേച്ചർ R1. ലൈറ്റ് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യണോ? ഈ വന്ന് ഹിറ്റ് ചെയ്യണ ലൈറ്റ് ടുവേർഡ്സ് നോർമൽ മൂവ് ചെയ്തപ്പോ ഇങ്ങനെ പോണു. ഇവിടെ ഇമേജ് കിട്ടണു. ആ ഇമേജ് I1, അവിടേക്കുള്ള ദൂരം V1. ഇവിടെ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ നോർമൽ വരച്ചു, എവേ ഫ്രം ദ നോർമൽ. അപ്പൊ ഇങ്ങനെ പോണു. ഫൈനൽ ഇമേജ് ഇവിടെ കിട്ടണു. ഫൈനൽ ഇമേജിക്കുള്ള ദൂരം V, ആദ്യത്തെ ഇമേജിക്കുള്ള ദൂരം V1. ഓക്കെ, ഇനി ABC എന്ന് പറഞ്ഞ സർഫസിന്റെ ഇക്വേഷൻ എഴുതാം. ADC എന്ന് പറഞ്ഞ സർഫസിന്റെ ഇക്വേഷൻ എഴുതാം. ഇതില് റെഡ് ഇങ്ക് കൊണ്ട് എഴുതിയ സംഭവം വെർച്വൽ ഒബ്ജക്ട് ഡിസ്റ്റൻസും വെർച്വൽ ഒബ്ജക്ട് മീഡിയം. വെർച്വൽ ഒബ്ജക്ട് മീഡിയം ബൈ വെർച്വൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ആ ക്വാണ്ടിറ്റി വെർച്വൽ ആണ്. ഓക്കെ, ദെൻ ഈ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആവും. ബാക്കിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എല്ലാറ്റിനെയും n1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വി വിൽ ഗെറ്റ് 1/V മൈനസ് 1/U ഈക്വൽ ടു n2/n1 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഓക്കെ, ലോജിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്നുള്ള ക്വാണ്ടിറ്റി വ്യക്തമായിട്ട് ബ്രെയിനിലേക്ക് കയറിയിട്ടുണ്ടാവും. ഓക്കെ, സോ ലെൻസ് മേക്കേഴ്സ് ഫോർമുലന്റെ ഇക്വേഷൻ നമുക്കറിയാം. 1/F is equal to n2/n1 minus 1 into 1/R1 minus 1/R2. ഈ ഇക്വേഷനെ 1/F equal to n minus 1 into 1/R1 minus 1/R2 എന്ന് എഴുതാം. എന്ന് പറഞ്ഞ n2/n1 നമുക്ക് വേണമെങ്കിൽ n എഴുതാം. ഒരു കാര്യം ഉറപ്പുണ്ടായിരിക്കണം, ആ ലൈറ്റ് വരണത് എയർ എന്നായിരിക്കണം. ലൈറ്റ് എയർ എന്നാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. എന്താണ്? n2/n1. n1 1 ആണ്, അപ്പൊ n മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഏറ്റവും സേഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. എങ്ങോട്ട് പോണു? ബൈ എവിടുന്ന് വരുന്നു? n2/n1 മൈനസ് 1 ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഇതിനെ നമ്മൾ വിളിക്കണ പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഒരു ക്വാണ്ടിറ്റിയും കൂടിയും പറയാം. ഓക്കെ, ഒരു ക്വാണ്ടിറ്റിയും കൂടി ഇതിന്റെ കൂടെ പറയാം. പവർ ഓഫ് എ ലെൻസ്. ഒരു ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. ഒരു ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ എത്രമാത്രം ബെൻഡ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതാണ് പവർ. ലൈറ്റിനെ എത്രമാത്രം ബെൻഡ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? പവർ എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പൊ ലൈറ്റ് ഇങ്ങനെ പോണ ലൈറ്റ് ഇങ്ങനെ തന്നെയാണ് കടത്തിവിടാൻ പവറിന്റെ ആവശ്യമില്ല. പവർ എന്തിനാണ്? ഇങ്ങനെ പോണ ലൈറ്റിനെ ബെൻഡ് ചെയ്തിട്ട് അടുത്തേക്ക് എത്തിക്കാനാണ്. സോ ആ ഫോക്കൽ ലെങ്ത് എത്രമാത്രം അടുത്തെത്തണോ ആ ലെൻസിന്റെ പവർ അത്രയും സംഭവമായിരിക്കും. കാരണം അത്രയും ബെൻഡ് ചെയ്യിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോ പവർ മീൻസ് 1/F റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഇത് 1/F അല്ലേ? അപ്പൊ 1/F എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആക്ച്വലി എന്താണ്? പവർ ആണ്. ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, പവറിന്റെ യൂണിറ്റ് ഒന്നുകിൽ മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡയോപ്റ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ ആണ്. വാട്ട് ഷുഡ് ബി ഇറ്റ്സ് പവർ? A concave lens has a focal length 25 centimeter. Find its power. That's the question. Okay. നേരെ 1/25 നടിച്ച വിവരം അറിയും. എന്തുകൊണ്ടാ? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, സോ അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ ആലോചിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ കൊടുത്താൽ ഒരുപാട് കുട്ടികൾ തെറ്റിക്കാറുണ്ട്. കാരണം രണ്ട് കാര്യങ്ങൾ അവിടെ ആലോചിക്കണം ഈ ക്വസ്റ്റിന്റെ. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, വീഡിയോ പോസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുവെക്കുക, എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ 1 മിനിറ്റ് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് കണ്ടതിന് ശേഷം വീഡിയോ വീണ്ടും ഓൺ ചെയ്യുക, ബാക്കി ഭാഗം കാണുക.
ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. രണ്ടാമത്തെ, കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, ആ നെഗറ്റീവ് സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ പവർ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താ വെച്ചാൽ 100/f ഇൻ സെന്റിമീറ്റർ. അപ്പൊ പിന്നെ നമുക്കത് തെറ്റുകയില്ല. ഫോക്കൽ ലെങ്ത് എല്ലായ്പ്പോഴും സെന്റിമീറ്ററിലായിരിക്കും തരാം. ഈ എല്ലായ്പ്പോഴും എന്ന് പറയുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അതൊരു നിയമമൊന്നുമല്ല കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ ഒന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ആൻസർ ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലോജിക് സിമ്പിൾ. m = v/u, m = 1 + d/f. ഞാൻ അതിൽ പറഞ്ഞത് റിയൽ ഇമേജ് ആണെങ്കിൽ v/u ആണ് സെലക്ട് ചെയ്യുക, വെർച്വൽ ഇമേജ് ആണെങ്കിൽ 1 + d/f ആണ് സെലക്ട് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ പറഞ്ഞതിന് പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ +2 നമ്മൾ പഠിക്കണ ഏത് ഡിവൈസ് ആണെങ്കിലും ആ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തത്. നമുക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെ റിയലിന് v/u മാത്രമേ പറ്റൂ എന്നല്ല പറഞ്ഞത്. റിയൽ ആണെങ്കിൽ നോർമലി v/u ആണ് എടുക്കുക, വെർച്വൽ ആണെങ്കിൽ നോർമലി 1 + d/f ആണ് എടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കാൻ പോണ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ഇങ്ങനെ ഏതെടുത്താലും അതിലൊക്കെ ഈ മെത്തേഡാണ്. അതിനെ നമുക്ക് പറയാൻ പറ്റും അലിഖിത നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഒരാളും. എന്താണ്, m = v/u തന്നെ എടുത്തേ പറ്റൂ, അതല്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെയല്ല, പകരം സാധാരണഗതിയിൽ എടുക്കാറ് അങ്ങനെയാണ്. അത് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പ്, അതിന്റെ മാഗ്നിഫൈങ് പവർ v/u എന്നല്ല നമ്മൾ എഴുതുക, v/u തന്നെ ആണ്. പക്ഷേ അതിന്റെ ആൻസർ ചോദിച്ചാൽ എഴുതി പിടിപ്പിക്കേണ്ടത് 1 + d/f ആണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ആദ്യത്തെ ഇമേജ് റിയൽ ഇമേജ് ആണ് v/u, രണ്ടാമത്തെ ഇമേജ് വെർച്വൽ ഇമേജ് ആണ് 1 + d/f. ഇതായിരുന്നു ഞാൻ ഉപയോഗിച്ച തരികിട മെത്തേഡ്. സോ ആ ഐഡിയ അങ്ങനെ കുറേശ്ശെ പഠിച്ചു പോയാലേ പിന്നെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കത് സിമ്പിൾ ആയിട്ട് മാറും. സോ അതൊരു ഫിക്സഡ് ലോ ഒന്നല്ല, അങ്ങനെ എടുക്കാറുണ്ടെന്ന് മാത്രം. അതേപോലെ p = 100/f ഇൻ സെന്റിമീറ്റർ. അതെന്തിനാ സർ, ഇതന്നെ പോരെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ പ്രശ്നം പറ്റുക, നമ്മളുടെ സാധാരണ സ്റ്റുഡൻസ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ 25 കണ്ട നേരെ ഇവിടെ 25 കൊടുക്കും. അതേസമയം അത് ഇവിടെ കൊടുത്താൽ കാൽക്കുലേഷൻ സിമ്പിൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്താണ് പോവാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 100/25, ആൻസർ ഈസ് 4, കോൺകേവ് നെഗറ്റീവ്. സോ ആൻസർ ഈസ് -4 ഡയോപ്റ്റർ. ദാറ്റ് ഷുഡ് ബി ദ ആൻസർ, -4 ഡയോപ്റ്റർ. ഓക്കെ, സോ പവർ എന്താന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക, പവർ എന്ന് വിളിക്കാം. ലോജിക് ക്ലിയർ അല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, so we can move to next question. Okay, അടുത്ത question. An equiconvex lens, an equiconvex lens has refractive index 1.5 and radius of curvature r. Find its power. An equiconvex lens has refractive index 1.5 and radius of curvature r. Find its power. Idea clear ആയില്ലേ? ഒരു equiconvex ലെൻസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് തന്നു. ഇക്വികോൺവെക്സ്, രണ്ട് ഭാഗവും ഒരേ റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ള ലെൻസ്. സോ ഈ ഭാഗത്തിന്റെ റേഡിയസ് 6 ആണ്, ഇതിന്റെ റേഡിയസും 6 ആണ്. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെങ്കിൽ അതിന്റെ പവർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ പവർ എന്ന് പറഞ്ഞ 1/f അല്ലേ, ഈക്വൽ ടു n2/n1, 1.5/1 -1 into 1/r1, so 1/r മൈനസ് സൈൻ കൺവെൻഷൻ പ്രകാരം ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്തായിരിക്കും, നെഗറ്റീവോ? ഉറപ്പല്ലേ? ഇത് ഒറിജിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തോളൂ. ഒറിജിൻ ആണെങ്കിൽ വലതുഭാഗത്തേക്ക് പോസിറ്റീവ്, ഇടതുഭാഗത്തേക്ക് നെഗറ്റീവ്. അങ്ങനെയല്ല NCERTന്റെ നിയമം. ഡിറക്ഷൻ ഓഫ് ഇൻസിഡൻസ് ഈസ് പോസിറ്റീവ് ആൻഡ് ഓപ്പോസിറ്റ് ഈസ് നെഗറ്റീവ് എന്നാണ്. ഓക്കെ, സോ അപ്പൊ ഇത് ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻസ് ആക്കി എടുക്കുക. സോ ഫസ്റ്റ് വൺ പോസിറ്റീവ്, സെക്കൻഡ് വൺ ഈസ് നെഗറ്റീവ്. അപ്പൊ ഒരു മൈനസും കൂടി അവിടെ കൊടുക്കുക.
2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. സോ പവർ ഈക്വൽ ടു എന്ത് വരും? ആദ്യം ഫോക്കൽ ലെങ്ത് കാണാമല്ലേ, എന്നിട്ട് പവർ കാണാം, അതായിരിക്കും നല്ലത്. 1/f. സോ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ആൻഡ് പവർ. അപ്പോൾ പ്രശ്നം കഴിയുമല്ലോ. ഓക്കെ, രണ്ടും കാണാം. സോ 1/f is equal to 1.5 minus 1.5 into 1/r plus 1/r 2/r. 0.5 into 2/r എന്ന് പറഞ്ഞാൽ 1/r. So f is equal to r. ഓക്കെ, ഇനി പവർ എത്രയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് എൻ്റെ ആൻസർ പറയാൻ. 1/f പേരല്ലേ പവർ എന്നുള്ളത്. സോ പവർ ഈക്വൽ ടു 1/r. ഐഡിയ ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? എ പ്ലാനോ കോൺവെക്സ് ലെൻസ് ഹാസ് റേഡിയസ് ഓഫ് കർവേച്ചർ r on its curved surface and refractive index 1.5. Find its focal length. A plano convex lens. Okay, plano convex lens inde radius of curvature r ആണ്, curved surface inde. Okay, then refractive index 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ focal length എത്രയാവും? 1/f is equal to 1.5 by 1 എഴുതണില്ല, -1 into 1/r minus 1 കൊടുത്തോളൂ, 1/infinity. കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. 1/infinity 0, അപ്പൊ ഇയാൾ ഉണ്ടാവില്ല. 1/f is equal to 0.5 into 1/r. 0.5 is 1/2. 1/2r. So f is equal to 2r. f is equal to 2r. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ഇക്യു കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞ 2 ഭാഗം ഉണ്ടെങ്കിൽ f is equal to r. ഒരു ഭാഗം മാത്രമേ ഉള്ളെങ്കിൽ f is equal to 2r. അപ്പോ ഇങ്ങനെയുള്ളൊരു ലെൻസിന്റെ നടുമുറിച്ചാൽ അതിന്റെ ഫോക്കൽ ലെങ്ത്, അതിന്റെ ഒരു പാർട്ടിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാവും? ഇങ്ങനെയുള്ളൊരു ലെൻസ് ഉണ്ട്, അതിന്റെ ഫോക്കൽ ലെങ്ത് f ആയിരുന്നു, അതിനെ വെർട്ടിക്കലി ഡിവൈഡ് ഇൻടു 2. An equiconvex lens of focal length f is vertically divided into 2 equal parts, then focal length of each part will be 2f. എന്ന് പറഞ്ഞ focal length will double. അതേസമയം ഇങ്ങനെയുള്ളൊരു ലെൻസിനെ ഇങ്ങനെ മുറിച്ചുകൊണ്ട് ഒരു മെച്ചമില്ല. കാരണം ഈ റേഡിയസിനും മാറ്റില്ല, ഈ റേഡിയസിനും മാറ്റില്ല. ഹൊറിസോണ്ടലി എന്ത് കട്ടിയിട്ടും കാര്യമില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലെൻസ് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ നല്ല രസമായിട്ട് ഇങ്ങനെ കുറെ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെക്കുകയാണ്. ഇതിന്റെ ഫോക്കൽ ലെങ്ത്തിന് എന്ത് മാറ്റാ വരാന്ന് ചോദിച്ചാൽ ആൻസർ നോ ചേഞ്ച് അറ്റ് ഓൾ. ഓക്കെ, ഹൊറിസോണ്ടലി എന്ത് കട്ടിയിട്ടും കാര്യമില്ല. വെർട്ടിക്കലി ഡിവൈഡ് ചെയ്ത ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? ഡബിൾ ആവും. പറഞ്ഞ ലോജിക് ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പണ്ടെന്നോ ചോദിച്ചൊരു ചോദ്യം, ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ സൺഗ്ലാസസ് യൂഷ്വലി ഹാവ് 0 പവർ. അതിന്റെ ഐഡിയ സിമ്പിൾ ആണ്. ഇങ്ങനല്ലേ സൺഗ്ലാസുകൾ ഉണ്ടാവുക? അത് വളരെ തിന്നാണ്. സോ ഇതിന്റെയും റേഡിയസ് സെയിം ആണ്. അടുത്ത കണ്ടീഷൻ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ഈ രണ്ടാമത്തെ മൈനസ് വരൂല. സോ 1/r minus 1/r എന്ന് പറഞ്ഞാൽ 0. സോ 1/f 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പവർ 0 എന്നാണ്. ക്ലിയർ ആണല്ലോ? സംശയമൊന്നും ഇല്ലല്ലോ പറഞ്ഞ്. ഇനി ഒരു ലെൻസിനെ നമ്മൾ ഏതോ ലിക്വിഡിൽ കൊണ്ടുപോയിട്ടപ്പോൾ അത് ഇൻവിസിബിൾ ആയി. എന്തുകൊണ്ടാവും? ഒരു ലെൻസിനെ ഏതോ മീഡിയത്തിൽ കൊണ്ടുപോയിടുമ്പോൾ അത് ഇൻവിസിബിൾ ആയി എന്ന് പറഞ്ഞാൽ, ഇൻവിസിബിൾ ആയി മീൻസ് ലൈറ്റിന് ഡീവിയേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ കിണറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തിന്റെ പോയിന്റ് വരെ ലൈറ്റ് കൃത്യമായിട്ട് പോകും. വെള്ളത്തിലെത്തുമ്പോൾ ലൈറ്റ് ബെൻഡ് ആവും. അതുകൊണ്ടല്ലേ കിണറ്റിൽ വെള്ളം ഉണ്ടോ എന്ന് മുകളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവണേ. അതിന്റെ ഇടയ്ക്കുള്ള എയർ നമ്മൾ കാണാറുണ്ടോ? ഇല്ല. കാരണം അവിടെ ഒന്നും ലൈറ്റ് ബെൻഡ് ആവണില്ല. ബെൻഡ് ആവണത് വെള്ളത്തിലെത്തുമ്പോഴാണ്. സോ ഒരു ലിക്വിഡിലേക്ക് ലെൻസ് കൊണ്ടുപോയിട്ടപ്പോൾ അത് ഇൻവിസിബിൾ ആയി എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിന്റെ അടിഭാഗം വരെ ലൈറ്റ് സുഖമായിട്ടാണ് സഞ്ചരിച്ചു. തുടക്കത്തിലെ ബെൻഡിങ് മാത്രം മീൻസ് അതിന്റെ ഇടയ്ക്ക് ഒരു ബെൻഡിങ് വന്നില്ല എന്ന് പറഞ്ഞാൽ 0 പവർ കിട്ടണം. ഈ ഇക്വേഷൻ പ്രകാരം 0 പവർ കിട്ടാൻ ഇവർക്കൊരു റോളും ഇല്ല. അപ്പൊ ഇത് 0 വരണം.
അത് 0 ആവാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, മുന്നെപ്പോഴോ ചോദിച്ചൊരു ചോദ്യം, ഒരു കോൺവെക്സ് ലെൻസിനെ കോൺകേവ് ലെൻസ് ആക്കാൻ എന്താ ചെയ്യാം? തിരിച്ചും വളരെ സിമ്പിൾ ആണ്. ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെങ്കിൽ ഇതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു സൊല്യൂഷനിൽ കൊണ്ടുപോയിട്ട് വെക്കാം. അങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ചാൽ ഇറ്റ്സ് പ്രോപ്പർട്ടി വിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ബിക്കം കോൺകേവ് ആൻഡ് കോൺകേവ് ബിക്കം കോൺവെക്സ്. എൻ്റെ ഐഡിയ സിമ്പിൾ ആണ്. ലെൻസിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ സൊല്യൂഷനിൽ കൊണ്ടുപോയിട്ട് വെക്കാം. ഓക്കെ, അതെങ്ങനെയാണ് സാധിച്ചെടുക്കണമെന്ന് ചോദിച്ചാൽ, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. ഇക്വേഷൻ ഇതാണ്. പക്ഷേ കോൺവെക്സ് ലെൻസ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഭാഗം പോസിറ്റീവും അടുത്ത ഭാഗം നെഗറ്റീവും. അപ്പോൾ ഒരു എക്സ്ട്രാ നെഗറ്റീവും കൂടി ഇവിടെ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആണ്. ഇതിനെ നമുക്കൊന്നും ചെയ്യാനില്ല കോൺവെക്സിൽ. ഇത് പോസിറ്റീവ് ആണ്. കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് കിട്ടേണ്ടത്. ഇത് പോസിറ്റീവ്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആവണമെങ്കിൽ ഇത് വലുതും ഇത് ചെറുതും ആവണ്ടേ? അപ്പോഴല്ലേ ഇതിന്റെ റേഷ്യോ ഒന്നിനേക്കാൾ വലുത് വരും. അന്ന് ഒന്ന് കുറച്ച പോസിറ്റീവ് സംഖ്യ. ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്, ടോട്ടൽ പോസിറ്റീവ്. ലെൻസിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ സൊല്യൂഷനിൽ കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞാൽ ഇത് ചെറുതും ഇത് വലുതും. വാട്ട് വിൽ ഹാപ്പൻ? N2 ചെറുതും N1 വലുതും വന്നാൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. N2 1.5, N1 1.8. 1.5 by 1.8 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ ചെറിയ സംഖ്യ. ഒന്നിനേക്കാൾ ചെറിയ സംഖ്യ എന്ന് ഒന്ന് കുറച്ചാൽ നെഗറ്റീവ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ടോട്ടൽ വാല്യൂ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ആരുടെ പ്രോപ്പർട്ടിയാ? കോൺകേവിന്റെ. സ്വാഭാവികമായിട്ടും ആ ലെൻസ് എന്തായിട്ട് മാറി? കോൺകേവ് ആയി. തിരിച്ചു സംഭവിക്കാം. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? കോൺവെക്സ് ലെൻസിന്റെ നോർമലി എടുക്കുമ്പോൾ 1/R1 മൈനസ് 1/R2 എന്നാണെങ്കിലും അത് പോസിറ്റീവ് ആണ്. കാരണം ഈ R2 നെഗറ്റീവ് ആണ്. അപ്പൊ ഈ മൈനസ് ഉള്ളത് പ്ലസ് ആയിട്ട് മാറും. അപ്പൊ ഇയാളുടെ മേത്ത് ഒരു കൺട്രോളും ഇല്ല. പിന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിക്കുക ഈ ഫസ്റ്റ് ബ്രാക്കറ്റ് ആണ്. ഇപ്പൊ ലെൻസ് എയർ 1, ലെൻസ് 1.5, 1.5 by 1, 1.5. ഒന്നിനേക്കാൾ വലിയ സംഖ്യ. അതൊന്ന് കുറച്ച പോസിറ്റീവ്. സോ പോസിറ്റീവ് പോസിറ്റീവ്, ടോട്ടൽ എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5, ഇട്ട് വെച്ച മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.8. ഈ സംഖ്യ ലെസ് ദാൻ 1. സോ 0.8 ആണ് വിചാരിച്ചോളൂ. 0.8 minus 1 minus 0.2 into a positive quantity. Total focal length become negative. നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ആർക്കുള്ളതാണ്? കോൺകേവിന്. അപ്പൊ കോൺവെക്സ് ലെൻസ് എന്തായിട്ട് മാറി? കോൺകേവ് ആയി. അതേമാതിരി തിരിച്ചും വരും. ഓക്കെ, സോ ഈ പറഞ്ഞ ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ലെൻസ് മേക്കേഴ്സ് എന്നുള്ള ടോപ്പിക്കിന്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നുള്ളതിനേക്കാൾ ഈ പറഞ്ഞ ലോജിക് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറിയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ അടുത്ത വീഡിയോ വരേക്കും ബൈ.